പ്രൈസ് ദി ലോർഡ്. സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതുചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ എക്സ ജേക്കബ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഗിദയോന്റെ പുത്രന്മാർ എത്ര പേരായിരുന്നു? ഉത്തരം 70 പുത്രന്മാർ. ന്യായാധിപന്മാർ 8-ാം അധ്യായം 30-ാം വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾ ദൈവത്തെ പരീക്ഷിച്ചത് എത്ര പ്രാവശ്യമായിരുന്നു? ഉത്തരം 10 പ്രാവശ്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം, സിമ്രി രാജാവായിരുന്നത് എത്ര നാളായിരുന്നു? 7 ദിവസം. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, യഹൂദന്മാർ ഹാമാന്റെ എത്ര പുത്രന്മാരെയാണ് കൊന്നുകളഞ്ഞത്? ഉത്തരം 10 പുത്രന്മാരെ. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശലോമോൻ ഹീരാം രാജാവിന് ഗലീല ദേശത്ത് എത്ര പട്ടണങ്ങൾ കൊടുത്തു? ഉത്തരം 20 പട്ടണങ്ങൾ. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, അഹിയ പ്രവാചകൻ താൻ ധരിച്ചിരുന്ന അങ്കി എത്ര ഖണ്ഡമായാണ് കീറിക്കളഞ്ഞത്? ഉത്തരം 12 ഖണ്ഡമായി. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 30-ാം വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം എത്ര സംവത്സരമായിരിക്കുന്നുവെന്നാണ് യാക്കോബ് ഫറവോനോട് പറഞ്ഞത്? ഉത്തരം 130 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, സാറായുടെ ആയുഷ്കാലം എത്ര സംവത്സരമാണ്? ഉത്തരം 127 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, എത്ര ദിവസം കഴിഞ്ഞാലാണ് നിനവെ ഉന്മൂലമാകുമെന്ന് യോന ഘോഷിച്ചു പറഞ്ഞത്? ഉത്തരം 40 ദിവസം. യോനയുടെ പ്രവചനം 3-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, 30 പൗത്രന്മാർ ഉണ്ടായിരുന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം അബ്ദോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, ശൗൽ ഇസ്രായേലിൽ എത്ര സംവത്സരമാണ് വാണത്? ഉത്തരം 2 സംവത്സരം. 1 ശമൂവേൽ 13-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവാശ് രാജാവായപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 7 വയസ്സ്. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 21-ാമത്തെ വാക്യം.
അടുത്ത ചോദ്യം, 3000 ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നവൻ ആരാണ്? ഉത്തരം നാബാൽ. 1 ശമൂവേൽ 25 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, പുതിയ യെരുശലേമിൻ്റെ മതിൽ എത്ര മുഴമായിരുന്നു? ഉത്തരം 144 മുഴം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, യിരെമ്യാവ് ഹനമേലിനോട് വാങ്ങിയ നിലത്തിൻ്റെ വില എത്രയാണ്? ഉത്തരം 17 ശേക്കെൽ വെള്ളി. യിരെമ്യാവിൻ്റെ പ്രവചനം 32 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കണ്ട പ്രവാചകൻ ആരാണ്? ഉത്തരം യോവേൽ പ്രവാചകൻ. യോവേലിൻ്റെ പുസ്തകം 3 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ഗേഹസിക്ക് നയമാൻ കൊടുത്ത സമ്മാനം എന്തൊക്കെയാണ്? ഉത്തരം 20 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും. 2 രാജാക്കന്മാർ 5 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, പുതിയ യെരുശലേമിൻ്റെ മതിലിൻ്റെ അടിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന 12ാമത്തെ രത്നം ഏതാണ്? ഉത്തരം സുഗന്ധിരത്നം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 20 വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.